ഇന്ന് മറ്റൊരു ചിറ്റ്ചാറ്റാണ്. പിന്നെ അത് തമിഴ്നാട് പൊളിറ്റിക്സും വിജയ് അവിടെ മുഖ്യമന്ത്രി അതിനെ പറ്റിയാണ് ജിബിനുമായിട്ടാണ് സംസാരിക്കുന്നത്. ജിബിൻ, ഏത് രീതിയിലുള്ള മാറ്റമാണ് തമിഴ്നാട് രാഷ്ട്രീയത്തിന് ഈ കഴിഞ്ഞ ഇലക്ഷൻ ശേഷം ഉണ്ടായത്? അത് എനിക്ക് തോന്നുന്നു പിന്നെ വിജയിനെ പലരും ശ്രദ്ധിച്ചു തുടങ്ങി, അല്ലെങ്കിൽ വിജയുടെ പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഒരു അറ്റൻഷൻ കിട്ടിയത് ഇലക്ഷന് ശേഷം മാത്രമാണ്. കാരണം പല ഈ പറയുന്ന പ്രീ പോൾ എക്സിറ്റ് പോളുകളിലൊക്കെ വിജയുടെ പാർട്ടി എനിക്ക് തോന്നുന്നു ഒരു സർവേ മാത്രമാണ് ഒരു 100 സീറ്റെങ്കിലും ഒരു പ്രിഡിക്റ്റ് ചെയ്തത്. ബാക്കിയുള്ള ആളുകളെല്ലാം തന്നെ 1 മുതൽ 2 സീറ്റ് വരെ എന്നൊക്കെയുള്ള രീതിയിൽ തികച്ചും അതിനൊരു മൈൻഡ് ചെയ്യാത്ത രീതിയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. നമുക്ക് അതിന്റെ റിപ്പോർട്ടിംഗ് നോക്കുകയാണെങ്കിലും അവരിങ്ങനെ ഒരു പാർട്ടി ഫോം ചെയ്തു വരുന്നു. ശരിക്കും പറഞ്ഞാല് നമുക്കൊരു ഇന്റർനാഷണൽ വാർത്തയാണ്. കാരണം ഒരു നേതാവിനെ കേൾക്കാൻ വേണ്ടിയിട്ട് മില്യൺ കണക്കിന് ആളുകൾ വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഒരു കാഴ്ചപ്പാട് ഒരു ഗ്ലോബൽ ന്യൂസ് ആണ്. കാരണം ഒരിക്കലും അമേരിക്കയിലെ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇത്രയും ജനസംഖ്യ പോലും ഇല്ല. പക്ഷെ അതിന് നമ്മൾ ശരിക്കും ഈ പറയുന്ന മോദിയുടെ റാലിയോ അല്ലെങ്കിൽ രാഹുൽ പങ്കെടുത്ത പരിപാടികളോ അങ്ങനെ ഉള്ളതിനെ ഒക്കെ 10 മടങ്ങ് ജനക്കൂട്ടമാണ് വന്നത്. പക്ഷെ അതിനെ പോലും ശരിക്കും ഇഗ്നോർ ചെയ്യായിരുന്നു. അപ്പൊ ഇതിന്റെ ഒരു വിക്ടറി എന്ന് പറയുന്നത് ഒരു ദീർഘകാല പ്രോസസ്സിന്റെ ഒരു ഭാഗമാണ്, അല്ലാതെ ഒരു പെട്ടെന്നുള്ള ഒരു ദിവസം കൊണ്ട് ഉണ്ടായത് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ വിജയുടെ തുടക്കകാലത്ത് പുള്ളി ഒരു റൊമാൻറ്റിക് ഹീറോ ആയിരുന്നു. ഈ നായികയുടെ പുറകെ നടന്ന് പ്രേമിക്കുക, പാട്ട് പാടുക എന്നൊക്കെ പറയുന്ന ടിപ്പിക്കൽ 90s ഹീറോയുടെ രൂപത്തിലായിരുന്നു ഉണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം ഒരു 2000-നൊക്കെ ശേഷം ഒരു സോഷ്യൽ കോഴ്സിന് വേണ്ടി നിലനിൽക്കുന്ന ഒരു നായകൻ. അത് ആ നായകന്റെ പ്രത്യേകതയും കൂടി ഉണ്ട്. അയാളുടെ സത്വം വളരെ പ്രധാനമാണ്. കാരണം ഒരു ദളിത് ബാക്ക്ഗ്രൗണ്ടിലുള്ള സാധാരണക്കാരനായ ഒരു കൊല്ലപ്പണിക്കാരൻ അല്ലെങ്കിൽ ഒരു കർഷക കുടുംബത്തിൽ നിന്നുള്ള ആള് എന്നുള്ള രീതിയിലുള്ള ഒരു ഐഡന്റിറ്റിയിലാണ് പുള്ളിയുടെ ഈ പറയുന്ന ഹീറോ ക്യാരക്ടേഴ്സ് എല്ലാം തന്നെ വന്നത്. അപ്പൊ അതിന് കൃത്യമായിട്ടുണ്ടായ ഫാൻ ബേസ് എന്ന് പറയുന്നതും ഈ പറയുന്ന ദളിത് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി തന്നെയാണ്. കാരണം ഇപ്പൊ നമ്മുടെ കേരളത്തിൽ പോലും ഈ പറയുന്ന തിരുവനന്തപുരം, പാലക്കാട് മേഖലയിലൊക്കെയുള്ള ദളിത് ഭാഗത്തപ്പെട്ട ആളുകളൊക്കെയാണ് കൂടുതൽ ഇദ്ദേഹത്തിന്റെ ഫാൻസ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ ഫാൻസിനെ കളിയാക്കാൻ വേണ്ടി കേരളത്തിൽ പൊളിറ്റിക്കൽ ഇൻകറക്റ്റ് ആയ ടേമാണ് കോളനി വാണങ്ങൾ എന്നൊക്കെയായിരുന്നു അവഹേളിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തമിഴ്നാട്ടിലാണെങ്കിൽ ഇവരെ പുള്ളങ്കോ എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് ഒരു നിലവാരമില്ലാത്ത ജാതിയിൽ താഴ്ന്ന ആളുകൾ എന്നുള്ള നിലയിലൊക്കെയായിരുന്നു അവഹേളിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അതിനെ ആ ഒരു ഫാൻ ബേസിനെ പൊളിറ്റിക്കൽ മൂവ്മെന്റ് ആക്കി മാറ്റുമ്പോൾ എത്രത്തോളം അപകടകരമാണെന്നത് ശത്രുക്കൾ അല്ലെങ്കിൽ എതിരാളികൾ മനസ്സിലാക്കില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഈ പറയുന്ന ദളിത് പിന്നോക്ക ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളുകൾക്ക് മുന്നിൽ ഒരു സൂപ്പർ ഹീറോ പരിവേഷമുള്ള അവരുടെ ഇടയിൽ നിന്ന് തന്നെ ഉള്ള ഒരാൾ എന്നുള്ള പരിവേഷത്തിലുള്ള ഒരാൾ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാക്കിയാൽ എന്ത് സംഭവിക്കും എന്നുള്ള റിസൾട്ടാണിത്. ഇത് നമുക്ക് ഒരിക്കലും NGR-ആയിട്ടോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ ആന്ധ്രയിലും ഉള്ള NTR അല്ലെങ്കിൽ ഇപ്പൊ റീസെന്റ് ആയിട്ടാണ് പവൻ കല്യാൺ അങ്ങനെയുള്ള ആളുകളായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു മൂവ്മെന്റ് അല്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഫാൻ ബേസിന്റെ കൂടെ തന്നെ കൃത്യമായ ഒരു ജാതി പൊളിറ്റിക്സ് അതിനകത്തേക്ക് ഇൻവോൾവ് ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന്റെ കൂടെ റിസൾട്ടാണ് ഈ കണ്ടത്. പക്ഷെ എന്റെ ഒരു അസസ്മെന്റ് അതൊന്നും അല്ല. ഇതൊരു ഭാഗം ഇതിന്റെ ഒരു വെർട്ടിക്കലാണ്. പക്ഷെ മറ്റൊരു പറയുന്നത് പ്രത്യേകിച്ച് ചെന്നൈ സിറ്റി, കാരണം എനിക്ക് നല്ലപോലെ അറിയാവുന്നൊരു സിറ്റിയാണ് ചെന്നൈ. അപ്പം ആ സിറ്റിയുടെ പ്രത്യേകതയുണ്ട്. കാരണം ചെന്നൈ സിറ്റിക്കകത്ത് 16 സീറ്റുമുണ്ട്. അത് ചേർന്ന് കിടക്കുന്ന എല്ലാം കൂടെ 37 സീറ്റ്. കാരണം അതിൻ്റെ അപ്പൊ എത്രയോ വർഷമായി ഏകദേശം ADMK പവർ വന്നാലും ആര് പവർ വന്നു കഴിഞ്ഞാലും ചെന്നൈ സിറ്റി ഇളക്കാൻ പറ്റത്തില്ല. അതാണ് DMKയുടെ പവർ എന്ന് പറയുന്നത്. കാരണം സിറ്റി സെൻട്രേഡ് ആണ് DMK എന്ന് പറഞ്ഞ പാർട്ടി. പ്രത്യേകിച്ച് ചെന്നൈ സിറ്റി, അതേപോലെ മധുരൈ സിറ്റി, ഈ ഭാഗങ്ങളൊക്കെയാണ്. അപ്പം ചെന്നൈ സിറ്റിയിൽ ഈ TVK, അതായത് വിജയുടെ പാർട്ടിക്ക് ഇത്രയും സീറ്റുകൾ എങ്ങനെ കിട്ടി? ഇപ്പം ജിബിൻ ഓർമ്മയുണ്ടായിരിക്കും, നമ്മൾ മറ്റേ എടപ്പാടി പളനിസ്വാമിയുടെ കേസുമായി ബന്ധപ്പെട്ട് അത് നമ്മൾ മറ്റേ ഹോട്ടലിൽ വുഡ്ലാൻഡ്സിൽ താമസിച്ചുകൊണ്ടിരുന്നപ്പോഴേ അന്ന് എടപ്പാടി പളനിസ്വാമി ചീഫ് മിനിസ്റ്റർ. അതിന്ന് ഈ സ്റ്റാലിൻ്റെ മരുമോ നമ്മളെ കാണാൻ വരുന്നുണ്ട്, ശബരീശൻ എന്ന് പറഞ്ഞ ആളൊരു പോലീസ്. ഫാമിലി ഓറിയന്റഡ് ആണ് ഈ പറയുന്നത്. DMK കംപ്ലീറ്റ് ആയിട്ട് കൺവേർട്ടായി മാറി. ആ പൊളിറ്റിക്കൽ പാർട്ടിക്കകത്തുണ്ടായ അതിനകത്തുണ്ട ഫാമിലി ഡൈനാസ്റ്റി, അതായത് ഇന്നത്തെ ന്യൂ ജനറേഷൻ എന്ന് പറയുന്നവർക്ക്, പ്രത്യേകിച്ച് നമ്മൾ രാഹുൽ ഗാന്ധിയുടെ കാര്യം കൂടി പ്രിയങ്കയുടെ ഒക്കെ എടുക്കുകയാണെങ്കിലും ഇന്നത്തെ ജനറേഷൻ ഈ ഡൈനാസ്റ്റി പൊളിറ്റിക്സ് ഇഷ്ടമല്ല. അത് വളരെ കൃത്യമാണ്. അതൊരു ഘടകമാണ്. പിന്നെ ഞാൻ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഇതൊന്നുമല്ല. 2017 വിജയുടെ ഒരു സിനിമ വരുന്നത്
മറ്റേ ആറ്റ്ലി എന്ന് പറഞ്ഞ ഒരാളാണ് ആ സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. അതെ അതെ അതെ, മെർസൽ എന്ന് പറഞ്ഞ സിനിമ. മെർസൽ എന്ന് പറഞ്ഞ സിനിമ. അപ്പൊ ആ സിനിമയുടെ കണ്ടന്റ് എന്ന് പറയുന്നത് ഡിമോണിറ്റൈസേഷൻ, GST, സംഘപരിവാറിനെതിരെ, ഹിന്ദുത്വക്കെതിരെ, ഇതാണ് ആ സിനിമയുടെ കണ്ടന്റ്. കാരണം മോദിക്കെതിരെയാണ്. കാരണം ആ സമയത്ത് 2017 സമയത്തൊക്കെ മോദി ഭയങ്കരമായിട്ട് ഇന്ത്യ സർജ് ചെയ്യുകയാണ്, ഭയങ്കരമായിട്ട് കയറി പോകുന്ന സമയത്താണ് ഈ സിനിമ മോദിക്കെതിരെ ഈ സിനിമ വരുന്നത്. BJP അതൊരു വളരെ ലൗഡായിട്ട് നേരിട്ട് സംസാരിക്കുന്ന ഒരു സിനിമയാണ്, ഒരു സിനിമാറ്റിക്കായ രീതിയൊന്നും അല്ല. ഒന്നുമല്ല, ഇൻഡയറക്റ്റ് അല്ല, ഡയറക്റ്റ് ആയിട്ട് പറയുകയാണ്. ആ സിനിമയുടെ പ്രൊമോഷൻസും കാര്യങ്ങളും ഒക്കെ വലിയ സംഭവം രീതിയിൽ കത്തിയപ്പോഴാണ് BJPയുടെ അന്നത്തെ നേതാവ് രാജയോ രാജ എന്ന് പറയുന്ന അന്നത്തെ അയാൾ നാഷണൽ സെക്രട്ടറി ആയിരുന്നു, പിന്നെ അവിടുത്തെ സ്റ്റേറ്റിന്റെ അറിയപ്പെടുന്ന ഒരു ലീഡറുമാണ്. ആ സമയത്തൊക്കെ മനസ്സിലാക്കണം, അണ്ണാമലയൊക്കെ വരുന്ന ആ സമയമാണ്. അതായത് ഹിന്ദു സർജിങ്, അതായത് സോഫ്റ്റ് ചെയ്ത ഹാർഡ് കോർ ഹിന്ദുത്വ എന്ന പോളിസിയിലോട്ട് ഇന്ത്യയിലെ BJP മാറുകയാണ്. അപ്പോൾ അയാളുടെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്, അതായത് ഈ പറയുന്ന വിജയ് എന്ന് പറയുന്ന ആളുടെ പേര് ജോസഫ് വിജയ് ആണ്, ഇയാൾ ക്രിസ്ത്യാനിയാണ്, ഇയാളുടെ ലക്ഷ്യം ഹിന്ദുക്കളാണ്, അതായത് BJPയും ഹിന്ദുക്കളെയും താറടിക്കാൻ വേണ്ടിയാണ് ഈ സിനിമ ഉണ്ടാക്കിയത്. അതായത് ഇയാളുടെ വോട്ടേഴ്സ് ലിസ്റ്റ് ഇയാളുടെ പേര് ജോസഫ് വിജയ് ആണ്, ഇയാൾ ഹിന്ദു അല്ല. ഇത് നാഷണലില് വലിയ രീതിയിൽ ട്വിറ്ററിലും സോഷ്യൽ മീഡിയയിലും വിജയ്ക്കെതിരെ ക്യാമ്പയിൻ നടത്തി. അതിന് വിജയ് കൊടുത്തൊരു ഒരു ഉത്തരവുണ്ട്, അതായത് സ്വന്തം ലെറ്റർ പാഡില് ജോസഫ് വിജയ്, ജീസസ് ഈസ് മൈ സേവിയർ. അതെ അതെ, അതിന്റെ ലെറ്റർ ഹെഡിന്റെ മുകളിലാകത്ത് ജീസസ്, അതിന്റെ അടിഭാഗത്ത് ജോസഫ് വിജയും. അതൊരു ഭയങ്കര ക്ലാസിക് ആയിരുന്നു സംഭവം. കാരണം നമ്മളൊന്ന് നാരദ അതിൻ്റെ അകത്താണ് ഈ ഉണ്ടാവുന്നത്. അത് തമിഴ്നാട്ടിലുണ്ടാക്കിയ ബഹളം, അതായത് പ്രത്യേകിച്ച് ചെന്നൈ സിറ്റിയിൽ. അതായത് ഇത്ര നാളും ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് ആർക്കും അറിയത്തില്ല ഈ വിജയുടെ ഫാമിലി. എല്ലാവർക്കും അറിയാം അയാളുടെ പേര് ജോസഫ് വിജയാണ്, പക്ഷെ സ്ക്രീൻ നെയിം ഒക്കെ വിജയ് എന്ന് തന്നെ അങ്ങ് പോകത്തുള്ളൂ. ഇന്ത്യയിലെ ഒരു രീതിയാണ്, ഒരു ഇന്ത്യനൈസ്ഡ് പേരാണ്. ഈ വിജയ ഫാദർ ചന്ദ്രശേഖർ എന്ന് പറയുന്നയാള് തമിഴ്നാട്ടിലെ OBC എന്നാണ്. മറ്റേ അമ്മയെന്ന് പറയുന്നത് അപ്പർ കാസ്റ്റ് ബ്രാഹ്മൺ കമ്മ്യൂണിറ്റി സിംഗറാണ്. ഇവർ രണ്ടും ഹിന്ദു ബിലീഫ്സിലായിരുന്ന സമയത്താണ് കല്യാണം കഴിക്കുന്നത്. അതിനുശേഷം ചന്ദ്രശേഖർ ക്രിസ്ത്യൻ ബിലീഫ്സിലോട്ട് വരുന്നു. അതിനുശേഷം വിജയുടെ അമ്മയും ക്രിസ്ത്യൻ ബിലീഫ്സിലോട്ട് പോകും. അതുകൊണ്ടാണ് വിജയുടെ പേര് ജോസഫ് വിജയ് എന്നിട്ടത്. അതിനു മുമ്പ് വിജയുടെ പേര് ജോസഫ് വിജയ് എന്നല്ല, അക്കോർഡിംഗ് ടു ദ ഡോക്യുമെന്റ്സ്. അപ്പൊ ജോസഫ് വിജയ് എന്ന് പേര് മാറ്റുന്നു. പക്ഷെ രണ്ടുപേരും അപ്പനും അമ്മയും ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് ആണ്, അതായത് പ്രാക്ടീസിങ് ക്രിസ്ത്യൻസ് ആണ്. ഇത് തന്നെയാണ് തമിഴ്നാടിന്റെ സിനിമാ സംസ്കാരത്തില് ഏകദേശം നമ്മളിപ്പോ നാഗ്മയുടെ കാര്യം പറഞ്ഞത്. നാഗ്മ ഒരു ക്രിപ്റ്റോ ക്രിസ്ത്യനാണ്. ഇപ്പോഴത്തെ വിജയുടെ ഗേൾ ഫ്രണ്ട് തൃഷ കൃഷ്ണൻ, അവരും ഒരു ക്രിപ്റ്റോ ക്രിസ്ത്യനാണ്. ഇത് ഞാൻ പല വീഡിയോയിലും ആവർത്തി പല ആൾക്കാരോടും പറയുമ്പോൾ ആൾക്കാർക്ക് പിടികിട്ടുന്നില്ല എങ്ങനെയാണ് ചെന്നൈ സിറ്റി മാറിയത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട്. ചെന്നൈ സിറ്റി എന്ന് പറയുന്നത് ടെമ്പിൾ സിറ്റിയാണ്, ഇഷ്ടം പോലെ കോവിലുണ്ട്. ഈ സിറ്റികളിലെ ടെമ്പിൾസിലെ പഴയ പോലെ ആൾക്കാരില്ല. ഇതൊക്കെ എവിടെ പോയി? അതാണ് ഇവാഞ്ചലിക്കൽ മൂവ്മെന്റ് അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ഏറ്റവും കൂടുതൽ പോയിരിക്കുന്ന ആരാ? ഈ പറയുന്ന ദളിറ്റ്സും ബാക്ക്വേർഡ് ക്ലാസ്സുമാണ്. അപ്പൊ നേരത്തെ ഇവർ ആർക്കാണ് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്? ഈ പറഞ്ഞ DMKക്കാ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഈ സപ്പോർട്ട് ഈ വിജയുടെ ഈ മൂവ്മെന്റ് വരുമ്പോൾ ഇവര് മുഴുവനും വിജയുടെ കൂടെ അങ്ങ് നിന്നു. അല്ലെങ്കിൽ ജിബിന് എങ്ങനെ സ്റ്റഡി ചെയ്താലും മനസ്സിലാകാത്തൊരു കാര്യമുണ്ട്. ഈ പാർട്ടി അനൗൺസ് ചെയ്തിട്ട് 2 വർഷമേ ആയിട്ടുള്ളൂ. അതെ, ഒന്നാമത്തെ ഘടകം. ഇതിന്റെ ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 6 മാസം കൊണ്ടേ തുടങ്ങിയിട്ടുള്ളൂ. അതിനകത്ത് ഈ 2 മാസമാണ് ക്യാമ്പയിൻ ഉള്ളത്. അതിനിടയ്ക്ക് തന്നെ ഏകദേശം 25-30 ദിവസം കരൂർ അപകടവുമായി ബന്ധപ്പെട്ട വിജയ് ഈ പറയുന്ന പകുതിയിലധികം കോൺസ്റ്റിറ്റ്യുവൻസി പോയിട്ടില്ല. അപ്പൊ അവിടെ ഉള്ള നിർത്തി വെച്ചേക്കുമായിരുന്നു. അപ്പൊ നമ്മുടെ നക്കീരം DMKയുടെ ആളാ, അതേപോലെ നമ്മുടെ സുഹൃത്താണ് പ്രകാശ്, അതേപോലെ പല ജേർണലിസ്റ്റുകള്
മുഴുവനും DMKയുടെ ആൾക്കാരാണ്, പിന്നെ കുറച്ച് AIDMKയുടെ ആൾക്കാരും ഉണ്ട്. അപ്പൊ ഞാൻ അവരോടൊക്കെ ചോദിക്കുമ്പോൾ ഇവരൊക്കെ എന്നോട് പറയുന്നത്, അതായത് ഈ DMKയുടെ ഈ പറയുന്ന സോ കോൾഡ് ജേർണലിസ്റ്റുകൾ പറയുന്നത്, ആൾക്കാർ വരെ കൂടുന്നേ ഉള്ളൂ, ഇതൊന്നും വോട്ടല്ല. അതിൻ്റെ അകത്ത് വളരെ സീനിയർ ആയിട്ടുള്ള തമിഴ് ജേർണലിസ്റ്റ് എന്നോട് പറഞ്ഞ കാര്യം, എല്ലാ ആൾക്കാർക്കും കള്ള് മേടിച്ചു കൊടുക്കും, കള്ളും മേടിക്കും, 100 രൂപയും മേടിക്കാൻ വേണ്ടിയാ വരുന്നത്. അപ്പം ഞാൻ ചോദിച്ചുകൊണ്ട് അവരോട്, ഈ എല്ലാ ആൾക്കാർക്കും ഈ കള്ള് മേടിച്ചു കൊടുക്കാനും 100-500 രൂപ കൊടുക്കാൻ ഇത്രയും പണം എവിടുന്നാണ്? അതെ, നോർമലായത് ഇത്രയും ആൾക്കാർ. കാരണം നമുക്കറിയാം ഓർഗാനിക് ആയിട്ടുള്ള ആൾക്കാർ കൂടുന്നതും ഇൻഓർഗാനിക് ആയിട്ട് രണ്ടും വ്യത്യാസമാണ്. അത് അവിടെ ഒരു പല ഈ പറയുന്ന ഓൺലൈൻ മാഗസിനുകൾ അവരൊക്കെ എഴുതിയത്, ഇത് വിജയ് എന്ന് പറയുന്ന സ്റ്റാറിനെ അടുത്ത് കാണുമ്പോ ഒന്ന് പോയി കണ്ടേക്കാമെന്ന് കരുതി വരുന്ന ജനക്കൂട്ടം ആണ് എന്ന് വരെ എഴുതി തള്ളിയ ആൾക്കൂട്ടാണ്. അല്ല, ജിബിൻ പറഞ്ഞ കറക്റ്റ് ആണ്. അപ്പൊ ആ രീതിയിൽ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ തന്നെ പല വീഡിയോയിലും നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ചെന്നൈ സിറ്റിക്കകത്ത് ഏകദേശം 10-50 ഈ സൺഡേ വർഷിപ്പുകളുണ്ട്. അതായത് ഈ മെഗാ ചർച്ചുകൾ. ഇത് വലിയൊരു ടെന്റ് അടിച്ചിട്ടൊക്കെ ആൾക്കാരൊക്കെ കൂടുക. അപ്പൊ അതിനകത്ത് 2-3 ചർച്ചകൾ കാണാൻ വേണ്ടി ഞാൻ തന്നെ പോയി, ഇത്ര ആൾക്കാരുണ്ടെന്ന് കാണാൻ. അത് ഹാർഡ് കോർ ആയിട്ടുള്ള ദളിറ്റ്സ് ആണ് ഇത് മുഴുവനും ഗ്യാദർ ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ഒരിക്കല് ചെന്നൈയിൽ ഒരു ഓട്ടോറിക്ഷ അയാൾ എന്നെ കൊണ്ടുപോയി. അപ്പൊ അയാള് ഈ പറയുന്ന പോലെ ഹിന്ദു ആണ്, പക്ഷെ ഈ പറയുന്ന ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻ ആണ്. എന്നെ ഒരിടത്ത് കൊണ്ടുപോകും. ഞാൻ കണ്ടപ്പോൾ ഷോക്കായിപ്പോ 50,000 പേര്, 50,000 പേര്, അതും വെൽ ഓർഗനൈസ്ഡ് ആണ് ഈ സാധനം. അപ്പൊ അത്രയും ആൾക്കാർ ഗ്യാദർ ചെയ്യുന്നു. അതായത് ചെറുപ്പക്കാർ മുഴുവൻ അവിടെ ഉണ്ട്. അതേപോലെ തന്നെ ശ്രീപെരുമ്പന്തൂര് രാജീവ് ഗാന്ധി ആ ഫേമസ് ഈ ടെക് സിറ്റി ഒക്കെയാണ്. അപ്പൊ അതിനവിടെ ഇഷ്ടം പോലെ ഇതേപോലെ സൺഡേ വർഷിപ്പുകളാണ്. അപ്പൊ ഇത് സ്റ്റഡി ചെയ്യണം. അത് സോഷ്യൽ സ്ട്രക്ചർ എന്തുവാണ് ഉണ്ടായത്, ഇത് ആൾക്കാർ സ്റ്റഡി ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഇവർ പറയുന്നത് വിജയ്ക്ക് ഇത്രയേ ഉള്ളൂ, അവർക്ക് ഇത്രയോ. അത് അവിടെയാണ് നമ്മൾ പ്രധാനപ്പെട്ട ഒരു കീ പോയിന്റ്. വിജയ് പബ്ലിക്കായിട്ട് പറയുകയാണ്, ഞാൻ ക്രിസ്ത്യനാണ്, ജീസസ് ഈസ് മൈ സേവിയർ. DMKക്ക് പോയിരുന്ന ഈ പറയുന്ന ചെറുപ്പക്കാരന് ഇതേപോലെ തന്നെ ബിലിഡ്സ്, അതായത് ക്രിപ്റ്റോ ക്രിസ്ത്യൻസ്, ഇവരൊന്നടങ്കം വിജയുടെ കൂടെ അങ്ങ് പോയി. ഇതാണ് ഈ ചെന്നൈ സിറ്റിക്കകത്ത് ഏറ്റവും കൂടുതൽ ഇവർക്ക് അടി കിട്ടിയത്. അതിൻ്റെ അകത്ത് പരമപ്രധാനം എന്ന് പറയുന്നത് റിസർവേഷൻ സീറ്റുകൾ. അതാണ് ഏറ്റവും പ്രധാനം. അത് റിസർവേഷൻ സീറ്റുകൾ ഏറ്റവും കൂടുതൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇപ്പൊ 28 ദളിറ്റ്സ് SC ആൻഡ് ST ആൾക്കാർ പലയാളും ജനറൽ സീറ്റിൽ കൊണ്ട് മത്സരിപ്പിച്ചിട്ടുണ്ട്. ഈ ആൾക്കാരും കൂടെ ജയിച്ചിങ്ങ് വന്നു. ഇതാണ് ബേസിക് ഉണ്ടായിരിക്കുന്നത്. അതിനകത്ത് ഈ പറയുന്ന സാറി പറഞ്ഞ ഒരു കാര്യം, അത് പിന്നെ ശരിക്കും വളരെ ഈ തമിഴ്നാട് പൊളിറ്റിക്സില് ഇപ്പൊ സാറ് പറഞ്ഞ ഒരു പോയിന്റ്, അതായത് ഇത്രയധികം ദളിത് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി എന്നുള്ള ആളുകൾ ജയിച്ചു വരുന്നത്, അതിനകത്ത് ഞാനൊരു ശരിക്കൊരു നല്ല ചേഞ്ച് അവിടെ കാണുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ അവിടെ ഒരു തുടർച്ചയായിട്ട് ഒരു ഏതാണ്ട് 10 വർഷത്തോളം തന്നെ തമിഴ്നാടുമായിട്ട് അവിടെ തന്നെ ജീവിക്കുകയും അടുത്ത് പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ അവരെന്തായാലും ഈ ദ്രാവിഡിയൻ പൊളിറ്റിക്സിന്റെ തുടക്കത്തിൽ ഈ പറയുന്ന അമ്മയുടെ ഒക്കെ കാലത്ത്, അല്ലെങ്കിൽ പിന്നീട് കരുണാനിധി, കലൈഞ്ചറും അതുപോലെ LGR ഒക്കെ എൻ്റർ ചെയ്യുന്ന സമയത്തും ആ ഒരു പൊസിഷൻ, അതായത് ഇതിന്റെ ഒരു തുടക്ക കാലഘട്ടത്തിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ഒരു ബ്രാഹ്മണിക്കൽ ഡോമിനൻസിനെതിരായിട്ടുള്ള ഒരു ഫൈറ്റ് ആയിരുന്നു ഈ പറയുന്ന ദ്രാവിഡിയൻ പൊളിറ്റിക്സ് എന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അതാണ് സാധനം. അപ്പൊ അതിനെ കൃത്യമായിട്ട് അതിന്റെ ഒരു സക്സസ് പോയിന്റ് നേരത്തെ തന്നെ കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു 90കളുടെ ഒക്കെ അവസാനമാകുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ 2000ന്റെ ഒക്കെ തുടക്കത്തിലാവുമ്പോൾ തന്നെ ഈ പറയുന്ന ബ്രാഹ്മണിക്കൽ ഡോമിനൻസിനെ പൂർണ്ണമായിട്ടും തുടച്ചു നീക്കാൻ ദ്രാവിഡിയൻ പൊളിറ്റിക്സിന് കഴിയുന്നുണ്ട്. അപ്പൊ അതിന് ശേഷം സംഭവിക്കുന്ന ഒരു കാര്യം ഇവിടെ ഉണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളിപ്പോ അവിടെ കാണാം നിരന്തരം നമ്മളിപ്പോ വെറുതെ ഒരു ഈ പറയുന്ന ദുരഭിമാന കൊല എന്ന് പറയുന്ന ഒരു സാധനം, അത് നമ്മൾ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ, ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വാർത്ത വരുന്നത് ബീഹാറിൽ നിന്നോ UP നിന്നോ അല്ല, തമിഴ്നാട്ടിൽ നിന്നാണ് വരുന്നത്. ജാതി കൊലപാതകങ്ങൾ ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു സ്ഥലമാണ് തമിഴ്നാട് എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും രസകരമായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, OBC വിഭാഗത്തിൽപ്പെട്ട 2 യുവാക്കൾ, OBC ആണ് രണ്ടുപേരും. പക്ഷെ അതില് ഈ പറയുന്ന പെങ്കൊച്ചിന്റെ കാസ്റ്റ് OBCയിൽ തന്നെ അപ്പറാണ്, അതായത് ചെറുക്കന്റെ കാസ്റ്റിനേക്കാളും അപ്പറാണ്. അതിന്റെ പേരിലാണ് കൃഷ്ണഗിരി എന്ന് പറയുന്ന ഈ കർണാടകമായിട്ട് ചേർന്ന് നടക്കുന്ന ആ പ്രദേശത്ത് മാസങ്ങളോളം നീണ്ടിരിക്കുന്ന കലാപം നടക്കുന്നത്. അതായത് ഈ പറയുന്ന OBCക്കകത്ത് അപ്പർ കാസ്റ്റ് ലോവർ കാസ്റ്റ് പ്രശ്നം വരുന്നു, SCക്കകത്ത് അപ്പർ കാസ്റ്റ് ലോവർ കാസ്റ്റ് പ്രശ്നം വരുന്നു, എന്തിന് ST വിഭാഗത്തിൽ പോലും അപ്പർ കാസ്റ്റ് ലോവർ കാസ്റ്റ് വിഷയം വരും. അപ്പൊ ഇതിനൊന്ന് അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ബ്രാഹ്മണിക്കൽ ഡോമിനൻസിനെ അഡ്രസ് ചെയ്ത് അതേ രീതിയിൽ തന്നെ ഈ പറയുന്ന ജാതി സാധനത്തിനെ പിന്നെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല ഈ പറയുന്ന ദ്രാവിഡിയൻ പാർട്ടികൾക്ക്. അപ്പൊ അവിടെ വേറൊരു ടൂൾ കൂടി ഉണ്ട്. അത്
എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞാണ്. അപ്പോഴാണ് എനിക്ക് ഇതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. അതായത് ഈ വിജയുടെ സിനിമകളിൽ ഇങ്ങനെ പ്രേമിച്ച് കല്യാണം കഴിക്കുന്ന ആൾക്കാരെ ഉപദ്രവിക്കുന്നവരെയൊക്കെ അടിച്ചിട്ടിട്ട് കല്യാണം കഴിക്കുക എന്നത് അത് ശരിക്കും അവിടെ വലിയ റവല്യൂഷനാണ്. ഇറ്റ്സ് എ റവല്യൂഷൻ. അതായത് രണ്ട് ആളുകൾ തമ്മിൽ കല്യാണം കഴിക്കുമ്പോൾ അവിടെ കുടുംബ മഹിമയും അവരുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഒക്കെ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സ്റ്റാറ്റസ് ഒക്കെ അവസാനമാണ് വരുന്നത്. അവിടെ ആദ്യം വരുന്നത് ഏത് ജാതിയാണെന്നുള്ളതാണ്. അപ്പൊ അതിന്റെ പേരിൽ ഈ പറഞ്ഞ അതും ഈ പറയുന്ന പെങ്കൊച്ച് വേറൊരു ജാതിയിൽ കല്യാണം കഴിച്ചു പോയാൽ ആ പെങ്കൊച്ചിനെ കൊല്ലുന്നത് ആ പെങ്കൊച്ചിന്റെ അച്ഛനും സഹോദരങ്ങളും ഒക്കെ ചേർന്നിട്ടാണ്. അതൊരു ഹൊറിബിൾ സിറ്റുവേഷൻ ആണ്. എനിക്കൊന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജാതി ദുരഭിമാന കൊലകൾ നടക്കുന്ന സംസ്ഥാനമാണ് തമിഴ്നാട്. അതിനെ അഡ്രസ് ചെയ്യാൻ ഇവർക്ക് പറ്റിയിട്ടില്ല. അതൊക്കെ ചെറുപ്പക്കാരുടെ ഇടയിലൊരു വിഷയമാണ്. അപ്പൊ അവിടൊക്കെയാണ് ഈ പറയുന്ന വേറെ പോയിന്റ് കൂടെ പറയാം. ഇന്നും ഈ പറയുന്ന സദേൺ തമിഴ്നാട്, അതായത് തിരുച്ചിനാപ്പള്ളി, മറ്റേ അതേപോലെ കോയമ്പത്തൂരിന്റെ ആ സൈഡിലൊക്കെ ഇന്നും സെപ്പറേറ്റ് ചായക്കടയാണ്, ഓക്കെ, സെപ്പറേറ്റ് ബാർബർ ഷോപ്പാണ്. ഞാൻ പോയിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ഇന്നും അതുണ്ട്. അപ്പം അതിനൊന്നും ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ ജിബിൻ പറഞ്ഞ പോലെ ഈ ദ്രാവിഡിയൻസ്, കാരണം സെക്കൻഡ് ഫേസ് ഓഫ് റവല്യൂഷൻ ആണ്. ഫസ്റ്റ് ഫേസ് കഴിഞ്ഞു, ബ്രാഹ്മൺസ് ആയിരുന്നു, അവരങ്ങ് പോയി, അവർ കംപ്ലീറ്റ് ആയിട്ട് എലിമിനേറ്റഡ് ആയിപ്പോയി. ഇനി അവിടെ കാര്യമായിട്ടൊന്നുമില്ല. സെക്കൻഡ് ഫേസ് എന്ന് പറയുന്ന ഏറ്റവും കൂടുതലുള്ളത് ഈ ഒരു സംഭവത്തെ ഈ പറയുന്ന ദ്രാവിഡിയൻ പാർട്ടി പ്രോപ്പറായിട്ട് അഡ്രസ് ചെയ്യാൻ കഴിഞ്ഞില്ല. അത് സത്യം തന്നെയാണ്. അതിനകത്ത് റിഫോംസ് കൊണ്ടുവന്നത്, അതായത് ജാതികളുടെയും ഈ പറയുന്ന SC-ക്കകത്തും OBC-ക്കകത്തും നമ്മളെല്ലാം ഒരുമിച്ചിരിക്കാം, നമുക്ക് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാം എന്ന് പറയുന്നത് ഈ പറയുന്ന ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസ് മാത്രമേ ഉള്ളൂ. കാരണം ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ ലാസർ എന്നും പറഞ്ഞുകൊണ്ട് ഒരാളുടെ ഒരു മിനിസ്ട്രി ഉണ്ട് ഈ മധുരൈ ആ ഭാഗത്ത്. അപ്പം അവർ അഡ്രസ് ചെയ്യുന്ന ഒരു ഒറ്റ ഇഷ്യൂ ഉണ്ട്. അതായത് അതിനകത്ത് ജാതിയില്ല, ഈ ജാതിക്കകത്തുള്ള ജാതിയില്ല. അതെ, മനസ്സിലാക്കാൻ, ജാതിക്കകത്തുള്ള ജാതി എന്ന് വലിയ ഇഷ്യൂ ആണ് തമിഴ്നാട്ടില്. ഉപജാതിയാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പൊ ഒരു കാര്യമുണ്ട് ജിബിൻ, നമ്മൾ അതിന്റെ ഗ്രൗണ്ട് റിയാലിറ്റി മറക്കരുത്. എന്തുകൊണ്ടാണ് ജിബിൻ പറഞ്ഞ ചില പോയിന്റുകൾ, വളരെ കീ പോയിന്റുകളാണ്. അതായത് പഞ്ചായത്ത്, അതെ, അതേപോലെ തന്നെ ഇത് ഈ പറയുന്ന ദുരഭിമാന കൊല ഈ നോർത്ത് ഇന്ത്യയെക്കാളും കൂടുതലാണ് തമിഴ്നാട്ടില്. അത് ഈ പറയുന്ന പോലെ ദ്രാവിഡിയൻസിനെ പാർട്ടിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതേപോലെ തന്നെ പെൺകുട്ടികളുടെ ഇഷ്യൂ, അതായത് അവർക്ക് കൊടുക്കേണ്ട ഫ്രീഡം, അതിനകത്ത് ഏറ്റവും കൂടുതൽ താഴ്ന്ന ജാതിയിലുള്ള പെൺകുട്ടി മോഡേൺ ഡ്രസ്സ് ധരിച്ചു കഴിഞ്ഞാൽ അവിടെ കുറച്ചും കൂടെ അപ്പറായിട്ടുള്ള OBC-യിലുള്ളവർക്ക് അത് ഇഷ്ടമല്ല. അത് അവരുടെ അതിനകത്ത് അവർ ഇരുത്താറില്ല. ഇതൊക്കെ ഉള്ള സംഭവം തന്നെയാണ്. അപ്പം ഇതൊക്കെ അതിനകത്തുണ്ട്. അപ്പൊ അതിനകത്ത് ഒരു റവല്യൂഷൻ എന്ന് പറയുന്ന സംഭവം അല്ല. ഒരുമിച്ചിരിക്കാം, നമുക്ക് ഒരുമിച്ച് ആഹാരം കഴിക്കാം, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ സംഭവങ്ങളൊന്നും വേണ്ട എന്ന് പറയുന്നത് അവിടെ ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസേ ഉള്ളു. അപ്പൊ ഇവരെല്ലാം പറയുന്നൊരു സംഭവമുണ്ട്, ഇതെല്ലാം ഹിന്ദു മതത്തിലെ ദുരാചാരങ്ങളാണ്. അവിടെയാണ് ഹിന്ദുത്വം അറ്റാക്ക് ചെയ്യപ്പെട്ടത്. അതുകൂടെ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് തമിഴ്നാട്ടിൽ നിന്ന് ഹിന്ദുത്തെയും ഹിന്ദു ലൈഫ് സ്റ്റൈലും അറ്റാക്ക് ചെയ്യപ്പെട്ടത്? കാരണം ഇത് ഇന്നും ഫോളോ ചെയ്യുന്ന ജാതി, ഈ പറയുന്ന താഴ്ന്ന ജാതിയിലും OBC-യിലും ഉള്ളവരുണ്ട്. അത് റിയാലിറ്റി, അത് മറക്കരുത്. അപ്പൊ അതിനെ എങ്ങനെയാണ് ഓവർകം ചെയ്യുന്നത്? അപ്പൊ അതിനെ ഓവർകം ചെയ്യാൻ പറയുന്ന ഈ പറയുന്ന DMK-ക്കും AIDMK-ക്കും ഇവർക്കൊന്നും ഒരു സൊല്യൂഷൻ ഇല്ല. ആ സൊല്യൂഷൻ ഈ പറയുന്ന ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസിൽ കൂടെ ഉണ്ടാവുന്നത്. പിന്നെ അവർക്ക് അതിന് ഏറ്റവും കൂടുതൽ പിന്തുണയായിട്ട് വന്നത് ഈ ന്യൂ ജനറേഷൻ ചെറുപ്പക്കാർ. അവർക്ക് ഈ പറയുന്ന ജാതിയോടും ഇതിനോടും ഒരു ശതമാനം പോലും താല്പര്യമില്ല. പക്ഷെ അവർക്കൊരു റിലീജിയസ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഈ പറയുന്ന ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസ് ഉണ്ടാക്കി കൊടുത്തു. കാരണം ഇവരുടെ വർഷിപ്പ് ടീം, ആർട്ട് ടീം, ഫ്രഷേഴ്സ് ടീം, അങ്ങനെ വലിയ വലിയ സെൽ വർക്കുകളുണ്ട്. അപ്പൊ അതിനകത്ത് ഇവർ ഒരുമിച്ച് നിന്നങ്ങ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അത് വലിയൊരു ചേഞ്ച് ഉണ്ടായേക്കുന്നത്. അതുപോലെ എനിക്കിപ്പോ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് പോയിന്റ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ അവിടെ ഈ ഒരു ഇലക്ഷൻ ശേഷം ഒരു തൂക്ക് മന്ത്രിസഭ ഉണ്ടാകുന്ന സാഹചര്യം വന്നു. തവണ പിന്നെ ഗവർണർ വിജയനെ മടക്കി അയച്ചു. അങ്ങനെ അവസാനം ഈ പറയുന്ന എല്ലാ ആളുകളും തന്നെ ചർച്ച ചെയ്തു എന്നുള്ള നിലയിലായപ്പോഴത്തേക്കും പിന്തുണ കൊടുക്കാൻ കോൺഗ്രസ് എന്നിട്ടും അത് എത്തിയില്ല, എത്തിയില്ല.
അതായത് പിന്നീട് അവിടത്തേക്ക് ഇടത് പാർട്ടികളും VCK പോലുള്ള പാർട്ടികൾ ഇവരൊക്കെ ഈ പിന്നെ ചിക്മംഗലിന്റെ പാർട്ടികളൊക്കെ അതിനകത്തേക്ക് വരികയാണ്. അപ്പൊ ആ ഒരു കോമ്പിനേഷൻ ഇപ്പൊ നിലവിൽ അതൊരു സ്ട്രോങ് പൊളിറ്റിക്കൽ ഒരു ഫ്രണ്ട് ഒന്നും അല്ല. പക്ഷെ ഇവരിങ്ങനെ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അതൊരു പൊളിറ്റിക്കൽ ഫ്രണ്ട് ആയിട്ട് മാറിക്കഴിഞ്ഞാൽ അതൊരു ഭയങ്കര കോമ്പിനേഷൻ, ഡെഡ്ലി കോമ്പിനേഷൻ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഇടത് പാർട്ടികളും അതുപോലെ VCK ഒക്കെ അവിടെ ഈ പിന്നെ കാസ്റ്റ് പൊളിറ്റിക്സിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ട് പ്ലേ ചെയ്യുന്ന ആളുകളാണ്. അവിടെ ഈ ജാതി മതിലൊക്കെ അടിച്ചു പൊളിക്കുക, ഈ പിന്നെ ആളുകൾക്ക് പ്രവേശനം നൽകാത്ത ക്ഷേത്രങ്ങൾ, ആ ഒരു തരത്തിലുള്ള പൊളിറ്റിക്സ് ആണ് അവിടെ പിന്നെ CPIM ഒക്കെ കാലാകാലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ അത്തരത്തിലുള്ള സമരങ്ങൾ ഞാൻ നേരിട്ട് കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കോമ്പിനേഷൻ വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കരമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പൊളിറ്റിക്കൽ കോമ്പിനേഷൻ ആണ്. ഇതിന്റെ പല സുഹൃത്തുക്കളും അറിയാവുന്നവർ എനിക്ക് മെസ്സേജ് ചോദിക്കുന്നുണ്ട്, വിജയുടെ മന്ത്രിസഭ എത്ര ദിവസം പോകും. ഞാൻ അറിഞ്ഞിടത്തോളം, അതായത് അവിടെ സീനിയർ ആയിട്ടുള്ള റിട്ടയർഡ് ആയിട്ടുള്ള ഒരു സീനിയർ IPS ഓഫീസർ പറഞ്ഞത്, ഈ ഷൺമുഖം NR ഷൺമുഖം എന്നും പറഞ്ഞിട്ട് AIDM ഒരു നേതാവുണ്ട്, പഴയ ഫിനാൻസ് മിനിസ്റ്റർ. അയാളുടെ നേതൃത്വത്തിൽ 10-25 പേര് ഇങ്ങോട്ട് ചാടാൻ നിൽക്കുക. എടപ്പാടി പളനിസ്വാമിയുടെ 2-3 പേരേ ഉള്ളൂ. കാരണം അവർക്കറിയാവുന്ന കാര്യമുണ്ട്, ഇനി അവരുടെ രാഷ്ട്രീയം തീരുന്നു. അതുമാത്രമല്ല, അവർക്ക് ഈ പറയുന്ന ഒരു സേവർ ഇല്ലാതെ പറ്റില്ല. നേരത്തെ ഈ പറയുന്ന പിന്നെ ജയലളിതയുടെ ഷാഡോയിലായിരുന്നു ആ പാർട്ടി ഉണ്ടായിരുന്നത്. ജയലളിത പോയ ശേഷം അവർക്ക് അവിടെ ഒരു രക്ഷകനില്ല. അതിന് ആപ്റ്റായിട്ടുള്ള ആളുകൂടിയാണ് വിജയ്. കാരണം സിനിമ, അതേപോലെ തന്നെ ആൾക്കാർ, കാരണം മാസീവായിട്ടുള്ള സപ്പോർട്ടുണ്ട്. അതിനകത്തുള്ളവരെല്ലാം കൂടി ഇതിനകത്തങ്ങ് ജോയിൻ ചെയ്യും. പിന്നെ രണ്ടാമത്തെ നീ പറഞ്ഞൊരു ഫാക്ടറുണ്ട് അതിൻ്റെ അകത്ത്. നമുക്കറിയാവുന്നതാണ്, ഈ തമിഴ്നാട്ടിലെ ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ VCK എന്ന് പറയുന്നതും വലിയൊരു ദളിത് മൂവ്മെന്റ് ആണ്. ഈ ദളിത് മൂവ്മെന്റ് അവർക്ക് സംഘടനാ ശക്തിയുണ്ട്. വിജയ്ക്ക് ആ പറയുന്ന സംഘടനാ ശക്തിയില്ല. ഫാൻ ബേസ് കൺവേർട്ടഡ് ഇൻ ടു പൊളിറ്റിക്സ് ആണ്. പക്ഷെ ക്രൗഡ് വളരെ വാല്യുബിൾ ആണ്. ക്രൗഡ് മാറ്റർ ചെയ്യും. അതെല്ലാം വോട്ടായിട്ട് കൺവേർട്ട് ചെയ്തു. അത് തള്ളിക്കളയും ചെയ്യരുത്, വോട്ടായിട്ട് കൺവേർട്ട് ചെയ്ത് ക്രൗഡ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നരേന്ദ്രമോദിയെ കാണാൻ എത്രയോ ആൾക്കാരെ കേരളത്തിൽ വരുന്ന ഒരു വോട്ടായിട്ട് കൺവേർട്ട് ചെയ്തില്ല. പാലക്കാട് വന്നപ്പോ എന്തോ ക്രൗഡായിരുന്നു, തൃശ്ശൂർ എന്തോ ക്രൗഡായിരുന്നു ഈ അസംബ്ലി ഇലക്ഷനിൽ. ഇതേപോലെ നരേന്ദ്രമോദി ഈ തമിഴ്നാട്ടിൽ പോയി ക്രൗഡ് ഉണ്ടായിരുന്നു. പക്ഷെ ഒരു BJP എല്ലായിടത്തും കെട്ടിവെച്ച പൈസയാണ് പലയിടത്തും പോയേക്കുന്നത്. ഒരു സീറ്റിലാണ് ജയിച്ചിരിക്കുന്നത്. ഇതാണ് മനസ്സിലാക്കുക. പക്ഷെ ഇവിടെ ഉണ്ടായേക്കുന്നത് ഈ വിജയുടെ കംപ്ലീറ്റ് ആയിട്ട് ക്രൗഡ് ട്രാൻസ്ലേറ്റ് ചെയ്ത് വോട്ട് കൂടി ഈ ഒരു വിസിറ്റോടെയും അതുപോലെ ഇടതുപക്ഷത്തിന്റെ പൊളിറ്റിക്കൽ സാധനം കൂടി വന്നു കഴിയുമ്പോഴത്തേക്കും ആ ഒരു ക്രൗഡിന്റെ സ്വഭാവം മാറും എന്നാണ് സാധ്യത. പൊളിറ്റിക്കൽ സ്ട്രക്ചർ ആണല്ലോ ഈ പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടിക്കകത്ത് ഒരു പൊളിറ്റിക്കൽ മാനേജ്മെന്റ് ഉണ്ടല്ലോ. അപ്പൊ ആ സ്ട്രക്ചറും കൂടെ വന്നു കഴിയുമ്പോൾ ഒരു കാര്യമുണ്ട്. ഈ പറയുന്ന CPIക്കാണ്, ഈ CPM-നാണെങ്കിലും VCK-ക്കാണെങ്കിലും DMK-ക്ക് പോലും AIDMK ഫ്യൂച്ചർ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ മാർക്കാണ്. കാരണം ഒരു സർജിങ് ലീഡറാണ്. അതുകൊണ്ട് തന്നെയാണ് DMK-യുടെ ഉണ്ടായിരുന്ന ഘടകകക്ഷികളോട് അയാൾ സ്റ്റാലിൻ തന്നെ പറഞ്ഞ് വിജയെ സപ്പോർട്ട് ചെയ്യാൻ. അതതിന്റെ കാര്യം. അപ്പൊ ഉദയനിധിയുമായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരു പത്രക്കാരൻ എന്നോട് പറഞ്ഞു, ഉദയനിധിയും അതേപോലെ ചെറുപ്പക്കാരാണ് DMK-ക്കാരും ഭയങ്കരമായിട്ട് സ്റ്റാലിനോട് നിർബന്ധിച്ചു. കാരണം പളനിസ്വാമിക്ക് മന്ത്രിസഭ ഉണ്ടാക്കണം, DMK പുറത്തു നിന്ന് പിന്തുണ കൊടുക്കാൻ വേണ്ടി. കാരണം അവിടെ വാർത്തകളൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഇവര് സമ്മതിക്കുന്നില്ല. ഇവര് പറയുന്നത് അവരുടെയും ഫ്യൂച്ചർ ഇല്ലാതാകും. അല്ലാതെ വല്ലാത്തൊരു ക്വസ്റ്റ്യൻ മാർക്കിലോട്ട് പോവാണ് ഈ ദ്രാവിഡിയൻ പൊളിറ്റിക്സിന്റെ ഇത് അവസാനിക്കുക. കാരണം ന്യൂജൻ തോട്ട്സ് എന്ന് പറയുന്ന ഇതിനെയൊക്കെ അവര് വെട്ടി ദൂരെ കളഞ്ഞു. ജാതി മത രാഷ്ട്രീയം മുഴുവനും വെട്ടി ദൂരെ കളഞ്ഞു. അതിനകത്തൊരു റവല്യൂഷനുണ്ട്, അതായത് റിഫോർമേഷൻ. നമ്മൾ ഈ പറയത്തില്ല, ഒരു ക്രിസ്ത്യൻ റിഫോർമേഷൻ എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഉണ്ടായിരിക്കുന്ന ഒരു റിഫോർമേഷൻ ഉണ്ട് തമിഴ്നാട്ടിൽ. ആ റിഫോർമേഷൻ എന്ന് പറയുന്നത് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ചെലുത്താൻ പോകുന്ന സ്വാധീനം ഭയങ്കരമായിരിക്കും. അതായത് പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. പിന്നെ അതിനകത്ത് അത് പറയുമ്പോഴാണ് എനിക്കത് ഇപ്പൊ സാറ് പറഞ്ഞത് ഒരു തമിഴ്നാട് പൊളിറ്റിക്സ് സ്വാധീനം ചെലുത്തുന്ന ഒരു ഘടകമായിരിക്കും സാറ് പറഞ്ഞു. പക്ഷെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ട്വിറ്ററിലൊക്കെ, അത് പ്രത്യേകിച്ച് അവിടെയുള്ള പിന്നെ ഈ റൈറ്റ് വിങ് പിന്നെ ഹാൻഡിൽ ചെയ്യാതെ പ്രചരിപ്പിക്കുന്നത് എക്സ് പ്ലാറ്റ്ഫോമിലൊക്കെ, അതായത് ആന്ധ്രയിൽ നിന്നുള്ള ഒരു കൂട്ടം പാസ്റ്റർമാർ വന്നിട്ട് ഈ വിജയ്ക്ക് പിന്നെ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഒരു പ്ലക്കാർഡൊക്കെ പിടിച്ച് വന്നിരിക്കുന്നു. അപ്പൊ ഇതൊരു നമുക്കറിയാം, ഇപ്പം ഈ പറയുന്ന സാറ് പറഞ്ഞിട്ട് തമിഴ്നാടിന്റെ തമിഴ്നാട്ടിൽ നടക്കുന്ന ഒരു ക്രിസ്ത്യൻ മൂവ്മെന്റ് എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അതിനേക്കാളും എത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്രിസ്ത്യൻ മൂവ്മെന്റ് ആണ് ഈ തെലുഗു സ്റ്റേറ്റുകളിൽ നടക്കുന്നത്. അതായത് ഈ പിന്നെ ആന്ധ്ര, പിന്നെ അതുപോലെ ഞാൻ ചോദിക്കട്ടെ,
എങ്ങനെ വൈ രാജശേഖർ റെഡ്ഡി മുഖ്യമന്ത്രി ആയത്? അതെ, അതിലെങ്ങനെയാണ് വരുന്നത്. അപ്പൊ അവിടെയും ഇതിന് സമാനമായിട്ടുള്ളൊരു മൂവ്മെന്റ് പിന്നെ ഒരാൾക്ക് തുടങ്ങാൻ, ഒരു ക്രൗഡ് പുള്ളർ ആയിട്ടുള്ള ഒരാൾക്ക് തുടങ്ങാൻ ഇതൊരു പ്രചോദനമാവില്ലേ? അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇതൊരു തമിഴ്നാട്ടിൽ മാത്രം നിൽക്കുന്ന ഒന്നല്ലല്ലോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഉറപ്പായിട്ടും ഇത് തെലുങ്കാനയിൽ പ്രശ്നമുണ്ടാക്കും, ഇത് കർണാടകയിൽ പ്രശ്നമുണ്ടാക്കും, കർണാടക പല കോസ്റ്റൽ ബെൽറ്റുകളിൽ പ്രശ്നമുണ്ടാക്കും, തമിഴ്നാടുമായി ചേർന്ന് കിടക്കുന്ന കർണാടകയുടെ ഏരിയയുണ്ട്, ഇൻക്ലൂഡിങ് ബാംഗ്ലൂർ സിറ്റി ഉണ്ട്, അതെ അവിടെ പ്രശ്നമുണ്ടാക്കും. അതായത് നീ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, ആന്ധ്രയിൽ ഇഷ്ടം പോലെ, കാരണം ഈ ആന്ധ്രയും അതിന്റെ അടുത്ത് കിടക്കുന്ന 2-3 കോസ്റ്റൽ ഡിസ്ട്രിക്റ്റ് ഉണ്ട്, അതിൻ്റെ അകത്ത് ഒരു 90% കൺവേർട്ടഡ് ക്രിസ്ത്യൻസ് ആണ്. അവരും കാരണം ഇപ്പൊ ജോൺ ആരോഗ്യസ്വാമി എന്നൊക്കെ പറയുന്ന സ്ട്രാറ്റജിസ്റ്റ്, അങ്ങനെ പല ആൾക്കാരും എല്ലാരും ആന്ധ്രയിൽ നിന്ന് വന്നവരാണ്, ഇവർക്കെല്ലാം നല്ലപോലെ തമിഴ് അറിയാം. ഓക്കെ, അപ്പൊ അവര് വന്നിട്ടുണ്ട്. അപ്പൊ അതൊരു മൂവ്മെന്റ് ആയത്. അപ്പൊ ഈ മൂവ്മെന്റ് തമിഴ്നാടിനെ സംബന്ധിച്ച് എന്തോ പറയാം, നമ്മളിപ്പം വൈ രാജശേഖർ റെഡ്ഡി കോൺഗ്രസിന്റെ ചീഫ് മിനിസ്റ്റർ ആയപ്പോൾ പോലും ഇങ്ങനൊരു ക്രിസ്ത്യൻ റിവൈവൽ നമ്മൾ പറഞ്ഞില്ല. മനസ്സിലായില്ലേ? ഇടയ്ക്ക് അയാൾ തിരുപ്പതി പോകും, ഇടയ്ക്ക് അവിടെ പോകും, ഇടയ്ക്ക് ഇവിടെ പോകും, പറഞ്ഞില്ല. പക്ഷെ അയാള് പ്രാക്ടീസ്ഡ് ക്രിസ്ത്യനായിരുന്നു രാജശേഖർ റെഡ്ഡി. അപ്പൊ അതിനകത്ത് എനിക്കത് വേറൊരു മാറ്റം കൂടി ഉള്ളത്, ഇപ്പൊ തമിഴ്നാട് നമുക്കറിയാം കുറെ കാലമായിട്ട് അവിടെ ഈ പറഞ്ഞ ഇൻഡസ്ട്രിയലൈസേഷൻ ഇന്ത്യയിലെ മറ്റേതൊരു സംസ്ഥാനത്തെക്കാളും വളരെ ഫാസ്റ്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന വലിയ വലിയ ഇൻഡസ്ട്രീസ് വർക്ക് ചെയ്യുന്ന ഗ്ലോബൽ കമ്പനികൾ, അവരുടെ പ്രൊഡക്ഷൻ ഫാക്ടറീസ് ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് തമിഴ്നാട്. അപ്പൊ അതിന് ഭാഗമായിട്ട് എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒഡീഷയിൽ നിന്ന് അതുപോലെ ആന്ധ്രയിൽ നിന്നൊക്കെ ഉള്ള ഒരുപാട് പേര് അവിടെ വന്ന് ജോലി, നേരത്തെ തമിഴ്നാട്ടിൽ നിന്നുള്ളവർ കേരളത്തിൽ കയറി വന്ന് ജോലി ചെയ്തുകൊണ്ട്, ഇപ്പൊ അവരെ വരുന്നില്ല എന്ന് മാത്രമല്ല അവിടെ ഈ പറയുന്ന ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തപ്പോ അവിടെയുള്ള ഈ പറയുന്ന പിന്നെ വളരെ താഴ്ന്ന വേതനത്തിലുള്ള പിന്നെ അതായത് അത്രയും സ്കിൽഡ് അല്ല, അൺസ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സ് ആയിട്ട് വരുന്നത് മുഴുവൻ ഈ പറയുന്ന ഒഡീഷയിൽ നിന്നും ആന്ധ്ര എന്നൊക്കെയുള്ള ആൾക്കാരാണ്. അവരല്ല ഈ മെസ്സേജ് തിരിച്ചുകൊണ്ടുപോയി. ബിക്കോസ് ഈ ഒരു സൗത്ത് ഇന്ത്യയുടെ ഒരു സ്പീക്കിംഗ് ലാംഗ്വേജ് ആയിട്ട് തമിഴ് മാറുന്നതിന്റെ ഒരു ലക്ഷണം കൂടിയാണ്. ബിക്കോസ് എല്ലാവരും അവിടെ ജോലിക്ക് പോകുമ്പോൾ അത് പഠിക്കുന്നു എന്നുള്ളൊരു സാധനമുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ റവല്യൂഷൻ എനിക്ക് തോന്നുന്നില്ല ആന്ധ്രയിൽ മാത്രമായിട്ട് നിൽക്കുന്നു. ബിക്കോസ് ഒഡീഷ എന്നുള്ള പ്രശ്നം നമുക്ക് അറിയാം, ഇത് സ്പ്രെഡ് ചെയ്യും. അതിന്റെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ തിരുപ്പൂരിലും സേലത്തും ആ ഭാഗത്ത് ടെക്സ്റ്റൈൽ മിൽസിൽ നോക്കുവാണെങ്കിൽ വലിയൊരു ശതമാനം തമിഴന്മാരല്ല ഇപ്പൊ വർക്ക് ചെയ്യുന്നത്. അല്ലല്ല, കാരണം എൻ്റെ ഫ്രണ്ട്സിന് 2-3 ഫാക്ടറി ഉണ്ട് ഈ പറയുന്ന അവിടെയൊക്കെ. അപ്പൊ ആ ഫാക്ടറിയിലുള്ള വലിയൊരു ശതമാനം ആൾക്കാരും ഈ പറയുന്ന നോർത്ത് ഇന്ത്യൻസ് ആണ്. ഈ നോർത്ത് ഇന്ത്യൻസ് എന്ന് പറയുന്നത് അവർ ഗ്രാജുവലായിട്ട് തമിഴ് പഠിച്ചു. ഈ പഠിച്ച കഴിഞ്ഞപ്പം അതിനകത്ത് ഇതേപോലെയുള്ള ഈ നോർത്ത് ഇന്ത്യൻസിന് ഇടയ്ക്കോട്ട്, അതായത് ബംഗാളികളിലും അതേപോലെ ബംഗാളികളല്ല ഏറ്റവും കൂടുതൽ, ബീഹാറിലും യു പിയിലും നോർത്ത് ഈസ്റ്റ് ആണ്. അപ്പൊ അതിൻ്റെ അകത്തോട് ഈ പറയുന്ന വീണ്ടും അതിൻ്റെ അകത്തോട് ഇവാഞ്ചലിസം സംഭവം അതിന് ഇഷ്ടം പോലെ തെളിവാണ്. കേരളത്തിലുള്ളവർക്ക് ഈ മറ്റേ മേട്ടുപ്പാളയത്ത് പല ഫാക്ടറികളുണ്ട്, ഇഷ്ടം പോലെ ഈ ഇതേപോലെയുള്ള ഫാക്ടറി ഉണ്ട്. ഈ അതേപോലെ ഹാർഡ്വെയറിന്റെ ഫാക്ടറി ഉണ്ട്, അതേപോലെ തന്നെ വണ്ടികളുടെ സ്പെയർ പാർട്സ് ഉണ്ടാക്കുന്ന ഫാക്ടറി ഉണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്നത് തമിഴന്മാരായി, ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്നത് ഈ പറയുന്ന ഭാഗത്തു നിന്ന് വന്നവരാണ്. അപ്പോൾ അവരുടെയൊക്കെ ഒരു വലിയൊരു വിശ്വാസം കൺവേർഷൻ ഉണ്ടായിട്ടുണ്ട് ആ കമ്മ്യൂണിറ്റീവായിട്ട്. കാരണം അവർ തമിഴ് സ്പീക്കിങ്ങിൻ്റെ രീതിയിലോട്ട് അവരുടെ മക്കൾ വരെ ഒരാൾ തമിഴ് പഠിക്കുന്ന രീതിയിലോട്ടായി. ഒന്നാമത് കോയമ്പത്തൂരിന്റെ ഹിസ്റ്ററി എടുക്കുമ്പോൾ അവിടെ ബേസിക്കലി തമിഴന്മാരല്ല ഏറ്റവും കൂടുതൽ ആന്ധ്രയിൽ നിന്ന് വന്നത്. വളരെ പഴയ കാലത്ത് രാജാക്കുമാരുടെ കാലത്ത് തന്നെ കുടിയേറ്റം ഒക്കെ, കാരണം പണ്ട് അവിടെ കൺവേർഷന്റെ പേരിലാണ് അവരെല്ലാം കൂടെ വന്നത്. നായിഡുമാര് ആന്ധ്രയിൽ നിന്ന് വന്നത്. ഇങ്ങനൊരു ട്രാൻസ്ഫോർമേഷൻ. ഏതായാലും ഒരു കാര്യം പറയാം നിർത്തുന്നതിന് മുമ്പ്, തമിഴ്നാട് രാഷ്ട്രീയം ഇന്ത്യക്ക് കൊടുക്കുന്നൊരു പാഠമുണ്ട്. ആ പാഠം എന്ന് പറയുന്നത് കൃത്യമായിട്ട് BJPക്ക് ഒരു പാഠമാണ്, ഈ നമ്മൾ ഈ ദ്രാവിഡിയൻ പൊളിറ്റിക്സിന് ഒരു പാഠമാണ്. നമുക്കിന്ന് എന്താണ് എമേർജ് ചെയ്യുന്നത്, അതായത് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് എമേർജ് ചെയ്ത് വന്ന് സക്സസ്ഫുൾ ആകാൻ വലിയ സമയം വേണ്ട. അതിന് 10 വർഷമോ 5 വർഷമോ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. വെൽ പിച്ച്ഡ് ആണെങ്കിൽ ഒരു 2 വർഷം 1 വർഷം കൊണ്ട് അത് എമേർജ് ചെയ്യല്ല, സക്സസ് റേറ്റിലോട്ട് പോകുന്നു. കാരണം ആർക്കും തോൽപ്പിക്കാത്ത രീതിയിൽ അതാണ് വിജയ് തരുന്ന പാഠം. എനിവേ, താങ്ക് യു വെരി മച്ച്. വേറെ ടോപ്പിക്ക് വീണ്ടും